ഇന്നലെ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ദേവാനന്ദൻ്റെ കോട്ടയ്ക്കലിലെ വീട്ടിൽ ഇപ്പോൾ ബിപിൻ സി വിജയനുണ്ട്. ബിപിൻ, അവിടെ നിന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയും? SKN ദേവാനന്ദൻ്റെ വേർപാട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ഒരു കോട്ടക്കൽ പ്രദേശത്തിന് തന്നെ ഇവിടെ ചീനിപ്പറമ്പ് എന്നുള്ള സ്ഥലത്താണ് ഈ വീടുള്ളത്. 12 വർഷമായി ഈ ശ്രീവൈഷ്ണവം എന്നുള്ള ഈ വീട്ടിലാണ് ഇപ്പോൾ ഇദ്ദേഹവും കുടുംബവും ഒക്കെ കഴിഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഇതാ ശ്രീവൈഷ്ണവം എന്നാണ് വീട്ടിൻ്റെ പേര്. ഇന്നലെ രാത്രി ഈ അപകട വിവരം അറിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ബിനുരാജ് അടുത്ത വീടുകളിലേക്ക് പോയി ഒരു വാഹനം എത്രയും വേഗം അറേഞ്ച് ചെയ്ത് തരണം, കാരണം കോട്ടയത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ഇന്നലെ അർദ്ധരാത്രി തന്നെ അവർ കോട്ടയത്തേക്ക് പോയി. അച്ഛൻ അധ്യാപകനാണ്. ഒപ്പം തന്നെ ദേവാനന്ദൻ്റെ അമ്മ GST ഉദ്യോഗസ്ഥയാണ്. ഇവരുടെ ജോലി ആയിട്ടാണ് കോട്ടയത്ത് നിന്ന് കോട്ടക്കലിൽ വന്ന് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഒരു +2 കാലമൊക്കെ ഇപ്പോൾ ദേവാനന്ദൻ ഇവിടെ തന്നെയായിരുന്നു പഠിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അയൽവാസികൾക്കൊക്കെ വളരെ നല്ല അടുപ്പം ഈ ദേവാനന്ദനുമായിട്ടുണ്ട്. ഒപ്പം ഈ ദേവാനന്ദനെ കുറിച്ച് ഇവിടെയുള്ളവർ പറയുന്നത് തന്നെ ഇപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇവിടെ പഠിക്കുന്ന ഒരു സമയത്ത് തന്നെ ഏറ്റവും നല്ല കുട്ടിക്കുള്ള ഇവിടുന്നുള്ള പുരസ്കാരങ്ങളും സമ്മാനങ്ങളും ഒക്കെ വിവിധ കൂട്ടായ്മകളുടെയൊക്കെ ഭാഗമായിട്ട് ദേവനന്ദന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഒരു അടുപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇവിടെ നിന്നും ഈ വെണ്ടാനത്തേക്ക് പോയത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതിന് വേണ്ടി അവസരം കിട്ടിയതാണ് MBBSന്. പക്ഷേ കുറച്ചുകൂടി നല്ല ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് വെണ്ടാനത്തേക്ക് പോവുകയായിരുന്നു. ഇന്നലെ കൂടി വീട്ടിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഇപ്പോൾ ഈ കോട്ടയത്തെ കുടുംബ വീട്ടിലേക്ക് ഇവിടെ നിന്നും രക്ഷിതാക്കൾ പോയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ചപ്പോൾ ഒരുപാട് അയൽവാസികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. കാരണം അവർക്കൊക്കെ ആ ഒരു നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. കാരണം അത്രത്തോളം ഒരു ഷോക്ക് ഈ നാട്ടിലെ തൊട്ടടുത്തുള്ള വീട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഇപ്പോൾ കോട്ടയത്തേക്കുള്ള വഴിമധ്യയാണ്. ഇത് നമ്മോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ അവരൊക്കെ തന്നെ കോട്ടയത്തേക്ക് പോയിരിക്കുകയാണ് ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. ഒപ്പം കളിച്ച് ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കളെ കൂടി നമ്മൾ കണ്ടിരുന്നു. അവരോട് സംസാരിച്ചപ്പോഴും ഒട്ടും അവർക്കൊന്നും അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അവരെല്ലാം തന്നെ ഇപ്പോൾ കോട്ടയത്തേക്ക് ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രി തന്നെ രക്ഷിതാക്കളും ഇവിടുന്ന് പോയിരിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തെ ഒരു ഓർമ്മകൾ ഈ ദേവനന്ദുമായിട്ടുള്ളത് പറയാൻ ഈ അയൽവാസികൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഒരു വിശ്വസിക്കാൻ കഴിയാത്ത വേർപാട് തന്നെയാണ് ഈ കോട്ടക്കലിനെ സംബന്ധിച്ച് ദേവാനന്ദൻ്റേത്. SK ബിപിൻ സി വിജയനാണ് മരിച്ച ദേവാനന്ദൻ്റെ കോട്ടക്കലിലെ വീട്ടിൽ നിന്നും നമ്മോട് സംസാരിച്ചത്. ഇനി ദേവാനന്ദൻ്റെ കോട്ടയത്തെ മറ്റത്തെ കുടുംബ വീട്ടിൽ ടോബി ജോൺസൺ ഉണ്ട്. ടോബി, ഈ മറ്റത്താണ് സംസ്കാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലയ്ക്കടുത്തുള്ള സ്ഥലമല്ലേ മറ്റത്ത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും SKN മറ്റക്കരയാണ്. അതായത് നമ്മുടെ അയർക്കുന്നം പാല ഭാഗത്തായിട്ടുള്ള മറ്റക്കരയിലാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. തറവാട് വീടാണ്. നേരത്തെ ബിപിൻ സി വിജയൻ പറഞ്ഞതുപോലെ തന്നെ ഏതാനും 12 വർഷങ്ങൾക്ക് മുൻപാണ് ദേവാനന്ദൻ്റെ അച്ഛൻ ബിനു ഇവിടെ നിന്നും ജോലിക്ക് അധ്യാപനത്തിന് വേണ്ടി അവിടേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ അമ്മയ്ക്കും ജോലി ലഭിക്കുന്നു അവിടെ. അങ്ങനെ വർഷങ്ങളായി അവിടെ തന്നെയാണ് ഇവരുണ്ടായിരുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അതിനുശേഷം +2 ആണ് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു സ്കൂളിലേക്ക് എത്തിയത്. അതിനുശേഷം ഇവിടുത്തെ തന്നെ ഒരു എൻട്രൻസ് സ്കൂളിൽ കോച്ചിങ്ങിന് ചേരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ നീറ്റ് പരീക്ഷയിൽ തന്നെ വലിയ വിജയം നേടി MBBSന് അഡ്മിഷൻ ലഭിക്കുന്നത്. 2 മാസം മുമ്പാണ് ഇവിടുന്ന് അദ്ദേഹം വണ്ടാനത്തേക്ക് മെഡിക്കൽ കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോയത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ദേവാനന്ദന് ഒരു ചേട്ടൻ കൂടിയുണ്ട്. അദ്ദേഹവും ഒരു MBBS സ്റ്റുഡൻ്റാണ്. അങ്ങനെ 2 നല്ല വിദ്യാർത്ഥികളാണ്. ഈ നാട്ടുകാരോടെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കെല്ലാം പറയാനുള്ളത് അത് തന്നെയാണ്. മികച്ച രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർ പലപ്പോഴും വെക്കേഷനും മറ്റുമാണ് ഈ വീട്ടിലേക്ക് എത്താറുള്ളത്. കഴിഞ്ഞ ഓണത്തിനാണ് അവസാനമായി അവരിവിടെ എത്തിയത്. മുത്തച്ഛനും മുത്തശ്ശിയുമാണ് ഇവിടെയുള്ളത്. നമ്മൾ മുത്തച്ഛനുമായി സംസാരിച്ചിരുന്നു. അവരെല്ലാം തന്നെ വലിയ ദുഃഖത്തിലാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു ദുരന്തം അവരുടെ ഈ മകന് ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നു. ഇന്നലെ വാർത്ത അറിഞ്ഞപ്പോൾ പോലും ദേവാനന്ദൻ അച്ചു എന്നാണ് ഇവരെല്ലാം വിളിക്കുന്നത്. അതിൽ ഈ അച്ചു എന്ന് പറയുന്നത് ദേവാനന്ദൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും അവർ അറിഞ്ഞിരുന്നില്ല. എന്തായാലും ആ വിവരം അറിഞ്ഞ് പല ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. നിലവിൽ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന മറ്റക്കരയിലെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഈ തറവാട് വീടിൻ്റെ പിന്നിലായിട്ടുള്ള സ്ഥലത്താണ് ചിതയൊരുക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. നാളെ 2 മണിക്കാണ് ചടങ്ങുകൾ വെച്ചിരിക്കുന്നത്. ഇന്ന് അവിടുത്തെ ആലപ്പുഴയിലെ പൊതുദർശനം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ നിന്നും മൃതശരീരം ഇവിടേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഇവിടെ അതിനുശേഷം ചടങ്ങുകളും പൊതുദർശനവും എല്ലാം ഉണ്ടാകും. എന്തായാലും ഈ ഒരു പ്രദേശമെന്ന് പറയുന്ന ഒരു കാർഷിക മേഖലയാണ്. അതുകൊണ്ട് തന്നെ വീടുകളൊക്കെ അകലെയായിട്ടാണ് ഉള്ളത്. ഈ വിവരം അറിഞ്ഞ് പലരും ഈ രാവിലെയാണ് ഇവിടേക്ക് എത്തുന്നത്. നമ്മൾ വിളിക്കുമ്പോഴാണ് വാർഡ് മെമ്പർ അടക്കമുള്ളവർ ഇക്കാര്യം
വിവരം അറിയുന്നത്. അങ്ങനെയാണ് അവരടക്കം ഓടി ഇവിടേക്ക് രാവിലെ എത്തിയിരുന്നു. എന്തായാലും സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ ഈ ദേവാനന്ദന്റെ മുത്തച്ഛനും ടോബി ജോൺസൺ നമ്മളോട് സംസാരിക്കുന്നത്. ഈ വീടിന് പുറകുവശത്താണ് ചിതയൊരുങ്ങുന്നത്. നാളെ ഉച്ചയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവിടെ കൊണ്ടുവരും. ദേവാനന്ദന്റെ സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ അയൽവാസികളൊക്കെ തന്നെ ആ വലിയ അപകടത്തിന്റെ നടുക്കത്തിലാണ് ഉള്ളതെന്ന് ടോബി ജോൺസൺ റിപ്പോർട്ട് ചെയ്യുന്നു.